ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിപ്പോൾ പോകുന്നതല്ല കേട്ടോ, തിരിച്ചു വരുന്നതാണ്. പിന്നെ മോളുടെ സ്കൂളിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അപ്പോൾ അതിന് പോയിട്ട് വരുന്ന വഴിയാണ് കേട്ടോ. അപ്പോൾ പോകുന്നതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു തിരിച്ച് വരുന്നതെങ്കിലും എടുക്കാമെന്ന്. അപ്പോൾ അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. രാവിലെ നമ്മളൊരു 9 മണിക്ക് ശേഷമാണ് പോയേ. അപ്പോൾ ശരിക്കും പോകുന്ന ടൈം എന്ന് പറയുന്നത് അതൊന്നല്ല. ഇവിടെ ഓരോ സ്റ്റുഡൻസിനും ഓരോ ടൈം കൊടുക്കും കേട്ടോ. അപ്പോൾ മോളുടെ ടൈം എന്ന് പറയുന്നത് 8:30 ആയിരുന്നു. പക്ഷേ ആ ടൈമിൽ അവിടെ എത്താൻ പറ്റില്ല എന്നുള്ളതിന് ഇതിന് മുന്നേ ഒരു തവണ മീറ്റിംഗ് ഉണ്ടായപ്പോൾ നമുക്ക് പറഞ്ഞിരുന്നു. അപ്പോൾ മിസ്സ് പറഞ്ഞിരുന്നു ഒരു 11-11:30 ഉള്ളിലെങ്കിലും വന്നിട്ട് സൈൻ ചെയ്ത് പോകണമെന്ന്. അപ്പോൾ ആ ഒരു ടൈം നോക്കിയിട്ടാണ് കേട്ടോ നമ്മളൊരു 9 മണിക്ക് ശേഷം ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവർക്ക് 2 മാസം കൂടുമ്പോൾ എക്സാം ഇടാറുണ്ട്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വിളിച്ചത്. അപ്പോൾ അതൊക്കെ കണ്ട് മിസ്സിനോട് കുറച്ച് നേരമൊക്കെ സംസാരിച്ച് പിന്നെ ഫീസ് അടയ്ക്കാനുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് തിരക്ക് കൂടുതലായിരുന്നു. ഒരു 1.5 മണിക്കൂറോളം അവിടെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചിറങ്ങിയപ്പോൾ തന്നെ 2 മണിയായിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന റോഡ് ഷാർജ റോഡാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ തിരക്ക് കുറച്ച് കുറവാണ് ദുബായ് റോഡിനെ അപേക്ഷിച്ചിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് മെട്രോ സ്റ്റേഷനിലേക്കാണ്. എത്തിസലാത്ത് മെട്രോ സ്റ്റേഷനും ബസ് സ്റ്റേഷനും ഒരു സ്ഥലത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ വിശന്നൊരു വഴിയായിട്ടുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും കയ്യിൽ എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് കരുതാറുണ്ട്. ഇത്തവണയും കരുതിയിട്ടുണ്ടായിരുന്നേ. പക്ഷേ അവിടെ എത്തിയപ്പോഴത്തേനും മക്കൾക്ക് വിശക്കണമെന്ന് പറഞ്ഞിട്ട് അവരതപ്പം തന്നെ ഫിനിഷ് ചെയ്തു. പിന്നെ സ്കൂളിൻ്റെ തൊട്ടടുത്തൊന്നും ഗ്രോസറിയോ സൂപ്പർ മാർക്കറ്റോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അവിടെ നിന്നൊന്നും വാങ്ങിക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ വന്നപ്പോൾ തന്നെ ബസ് വന്നതുകൊണ്ട് വേഗം നമ്മളിങ്ങനെ കയറിപ്പോരുക ചെയ്തത്. അപ്പോൾ നമ്മൾ ഇനി പോകുന്ന വഴിക്ക് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മെട്രോ സ്റ്റേഷൻ എത്തി. നമുക്കിവിടുന്ന് ഡയറക്റ്റായിട്ട് ബസ്സൊന്നുമില്ല. ഒന്നില്ലെങ്കിൽ മെട്രോയിൽ കയറിയിട്ട് പോകണം, പിന്നെ അവിടെ നിന്ന് ബസ് കയറി, അല്ലെങ്കിൽ പിന്നെ ഇവിടുന്ന് ബസ് കയറി വീണ്ടും മാറി കയറിയിട്ട് തന്നെ പോകണം കേട്ടോ. ടാക്സിക്ക് പോകാറുണ്ട് നമ്മൾ, അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമാണ് കേട്ടോ ടാക്സി വിളിക്കാറ്. അപ്പോൾ ഞങ്ങൾ മെട്രോ സ്റ്റേഷനിലെത്തി. അപ്പോൾ ഇവിടുന്ന് ബസ് ഉണ്ടോയെന്ന് ഇങ്ങനെ നോക്കുകയാണ്. പക്ഷേ ബസ്സൊന്നും അവിടെ വന്ന് നിൽക്കണ്ടായിരുന്നില്ല കേട്ടോ നമുക്ക് പോകേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സങ്കടത്തോട് കൂടിയിട്ടാണ് കേട്ടോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. വിശപ്പുണ്ടല്ലോ. പിന്നെ ഞങ്ങൾ മെട്രോ സ്റ്റേഷനിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. എന്നിട്ടാണ് ബസ് വന്നത്. ബസ് കയറിയപ്പോൾ ആരും തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ അവിടെ റാഷിദിയ മെട്രോ സ്റ്റേഷനിൽ വന്നിറങ്ങി മെട്രോ കയറി. മെട്രോയിലും തിരക്കുണ്ടായിരുന്നില്ല, ഒരു ഫ്രൈഡേ ആയിരുന്നു കേട്ടോ അതുകൊണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. കുട്ടികൾ വിശക്കണുണ്ടെന്ന് പറയുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ. അപ്പോൾ അവർക്ക് നമ്മളിപ്പോൾ എയർപോർട്ടിൻ്റെ കൂടുതൽ പോകണം, പ്ലെയിനൊക്കെ കാണാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ മെട്രോയിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ എയർപോർട്ട് കാണാൻ പറ്റുമേ, ടെർമിനൽ 3ഉം 1ഉം. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ടിട്ടാണ് കേട്ടോ, ആസ്വദിച്ചിട്ടാണ് എപ്പോഴും പോകാറ്. അപ്പോൾ ഇവിടെ എപ്പോഴും പോകുമ്പോൾ ചിലപ്പോഴൊക്കെ നമുക്കിങ്ങനെ ടേക്ക് ഓഫ് ലാൻഡിങ്ങോ ഒക്കെ കിട്ടാറുണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ നല്ല രസമല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ കണ്ടിട്ട് ഞങ്ങളിങ്ങനെ പോകും. അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. നമ്മൾ ഈ ഒരു ടൈമിലാണ് ഇവിടെ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നത് മോളുടെ അഡ്മിഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ടൈം ആയപ്പോഴത്തേനും 1 വർഷം കഴിയാനായി. എത്ര പെട്ടെന്നാണ് 1 വർഷം പോയത് അറിഞ്ഞില്ല. പിന്നെ നമുക്ക് ആദ്യം വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അഡ്മിഷൻ എടുക്കാൻ വേണ്ടി കുറച്ച് നേരം നമ്മൾ നടന്നു അതിനായിട്ട്. പിന്നെ നമുക്ക് അഡ്മിഷൻ കിട്ടി. പിന്നെ നമുക്കൊരു പേടി ഉണ്ടായിരുന്നത് എങ്ങനെ ആയിരിക്കും, ലാംഗ്വേജ് ആയാലും അവൾക്ക് അത് പഠിച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവുമോ, പിന്നെ ഇവിടുത്തെ ആൾക്കാരൊക്കെ ആയിട്ട് അവൾ സെറ്റാവുമോ എന്നൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു. പിന്നെ സ്കൂളൊക്കെ കണ്ട് അവിടുത്തെ ആൾക്കാരെ കണ്ടപ്പോൾ സമാധാനമായിട്ടോ. കാരണം അവിടെയുള്ള അധികം സ്റ്റാഫുകളും ടീച്ചേഴ്സും സ്കൂൾ ബസ്സിലത്തെ ആൾക്കാരൊക്കെ ആയാലും മലയാളികൾ തന്നെയാണ്. അതുകൊണ്ട് ആ ഒരു സമാധാനം ഉണ്ടായിരുന്നു. പിന്നെ പോകുമ്പോഴായിരുന്നു എങ്ങനെയായിരിക്കും എന്നുള്ളത്. പിന്നെ പോക്ക് തുടങ്ങുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, എന്നാലും പിന്നീട് അതങ്ങോട്ട് ശരിയായിട്ടോ. അപ്പോൾ ആ 1 വർഷം പിന്നെ പോയത് അറിഞ്ഞില്ല. പിന്നെ ഇവർക്ക് ഇടയ്ക്കിട്ടൊരു വെക്കേഷനൊക്കെ കിട്ടാറുണ്ട് 2 മാസത്തിലൊക്കെ. അപ്പോൾ അതും പിന്നെ വലിയൊരു ആശ്വാസമായിരുന്നു. പിന്നെ ഒരു വീക്കിൽ അവർക്കൊരു 3 ഡേയ്സൊക്കെ അവർക്ക് ഓഫുണ്ട്, ഫ്രൈഡേ സാറ്റർഡേ സൺഡേ. അങ്ങനെ വലിയൊരു സമാധാനമായിരുന്നു. അപ്പോൾ നമ്മൾ പിന്നെ ഇവിടെ നിന്ന് നേരെ മെട്രോ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പോണേ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ജിജിക മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി തലശ്ശേരി റെസ്റ്റോറൻറ്റിൽ കയറി. ഇവിടെ നല്ല അടിപൊളി ബിരിയാണി കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ ബിരിയാണിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ. ഇലയൊക്കെ ഇട്ട് സാലഡ്സൊക്കെ വിളമ്പി. അപ്പം നമ്മളിങ്ങനെ ഇരിക്കുകയാണ്.
പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ ബിരിയാണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. രണ്ടാമത് അവരുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് വെയിറ്റ് ചെയ്യണം. നമ്മളൊരു 10-20 മിനിറ്റ് വെയിറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മളിങ്ങനെ അക്വേറിയം നോക്കി ആസ്വദിച്ചിരിക്കുകയാണ്. മക്കൾക്ക് വിശക്കണുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവരെ ശ്രദ്ധ തിരിക്കാൻ എന്തെങ്കിലും കാണിച്ചു കൊടുക്കണ്ടേന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് നോക്കട്ടെ, ഏറ്റവും വലിയ മീനാണ് അത് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ഇങ്ങനെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി പറഞ്ഞു കൊടുക്കണം കേട്ടോ. അങ്ങനെ കാത്തിരുന്ന് വിശന്നൊരു വഴിയായപ്പോൾ നല്ല അടിപൊളി ബിരിയാണി വരുന്നുണ്ട്. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ നല്ല തിളച്ച ബിരിയാണി ആയിരുന്നു കേട്ടോ. വിശപ്പിൻ്റെ ഊക്കിൽ ബിരിയാണി വന്നതേ അറിഞ്ഞുള്ളൂ. എന്തായാലും വേഗം തിന്നു കേട്ടോ. എന്നിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ ഡേ ടു ഡേയിൽ കയറിയിട്ടുണ്ടായിരുന്നേ. ഇവിടെ ഒരുപാട് ഷോപ്പുകളുണ്ട് കേട്ടോ. ചെറിയ റേറ്റിന് നമുക്ക് എല്ലാ സാധനങ്ങളും കിട്ടുന്ന. അപ്പോൾ മോൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ക്ലേയും സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കയറി അവിടുന്ന് ബസ് കയറി നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബസ് കയറിയപ്പോൾ തന്നെ മക്കളൊക്കെ വേഗം ഉറങ്ങി. രാവിലെ പോയതല്ലേ. നമ്മളെപ്പോൾ പോയാലും തിരിച്ച് വരുന്ന ടൈമെന്ന് പറയുന്നത് വൈകുന്നേരം ആവും കേട്ടോ. ഇപ്പോൾ സമയം 5 മണിയായിട്ടുണ്ട്. അപ്പോൾ എപ്പോൾ പോയാലും ഈ ഒരു ടൈം ആവാറുണ്ട് എത്താൻ. അപ്പോൾ ഞങ്ങളങ്ങനെ നമ്മുടെ ബസ് സ്റ്റോപ്പിലെത്താനായി. അപ്പോൾ നമ്മൾ ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു തത്രപ്പാടിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ കാണുന്ന ഒരു വ്യൂ ഇത് തന്നെയാണല്ലോ.